ഹലോ കൂട്ടുകാരി, ഈ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനായ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി PSC വിന്നർ 2024 ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വി ടി ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896, മരണമടഞ്ഞത് 1982. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ജനനം ഓർത്തിരിക്കണം, പാലക്കാട് ജില്ലയിലെ മേഴത്തൂരാണ്. 1896 മാർച്ച് 26 വി ടി ഭട്ടതിരിപ്പാട് ജനിച്ചത്. മേഴത്തൂർ, പാലക്കാട് ജില്ലയിലെ മേഴത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1896 മാർച്ച് 26. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. മുഴുവൻ പേര് ഓർത്തിരിക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വെള്ളിത്തിരുത്തി താഴത്ത് രാം ഭട്ടതിരിപ്പാട് എന്നാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മുഴുവൻ പേരെന്താണ്? വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് വി ടി ഭട്ടതിരിപ്പാടെന്ന് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, ഓർത്തിരിക്കണം. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് ഓർത്തിരിക്കണം കണ്ണീരും കിനാവും. 1970 ഇത് പുറത്തിറങ്ങിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1970 വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയായ കണ്ണീരും കിനാവിന് ലഭിക്കുകയും ചെയ്തു. നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് 1919. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായി വി ടിയെ തിരഞ്ഞെടുത്തത് 10 വർഷങ്ങൾക്ക് ശേഷം 1929. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഓർത്തിരിക്കണം, ഉണ്ണി നമ്പൂതിരിയാണ് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം. ഉണ്ണി നമ്പൂതിരി. കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. മിശ്രഭോജനം മിക്കപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയവ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരി മാസികയും യോഗക്ഷേമ മാസികയും. യോഗക്ഷേമ സഭയുടെ പ്രഥമ പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ പ്രഥമ പ്രസിഡന്റ് ഓർത്തിരിക്കണം, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടല്ല, ഓർത്തിരിക്കണം, പ്രഥമ പ്രസിഡന്റ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ MRBയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച ആനുകാലികമാണ് ഉണ്ണി നമ്പൂതിരി. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ MRBയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച ആനുകാലികമാണ് ഉണ്ണി നമ്പൂതിരി. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. വി ടി ഭട്ടതിരിപ്പാടാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച ആനുകാലികമാണ് ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ MRBയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പത്രാധിപത്യത്തിൽ ആരംഭിച്ച ആനുകാലികമാണ് ഉണ്ണി നമ്പൂതിരി. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ്, ഓർത്തിരിക്കണം, മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററും ഓർത്തിരിക്കണം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ. ഒറ്റപ്പാലത്ത് ചേർന്ന മലബാർ ദേശീയ സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1920. അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം ഓർത്തിരിക്കുന്ന 1921 അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്തത്. 1929 എടക്കുന്നി സമ്മേളനത്തിൽ വെച്ച് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയതും
വി ടി ഭട്ടതിരിപ്പാടാണ്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട്. 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത്, ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്, വി ടി ഭട്ടതിരിപ്പാടാണ്. മിശ്രവിവാഹ പ്രചരണത്തിനായി 1968 നിന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ. ഓക്കെ. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയതും വി ടി ഭട്ടതിരിപ്പാടാണ്. യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും വി ടി ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 38 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് യാചനയാത്ര. നമ്മൾ കേട്ടിട്ടുണ്ട്, യാചനയാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടാണ് ആണെന്നും അറിയാം. 1931 യാചനയാത്ര നടത്തിയത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ യാചനയാത്ര നടത്തിയത്? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ, അത് ഓർത്തിരിക്കണം, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 38 ദിവസം നടത്തിയ കാൽനട പ്രചാരണ യാത്രയാണ് യാചനയാത്ര. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം ഓർത്തിരിക്കണം, രജനി രംഗമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം. കേരളത്തിൽ സ്മാർത്ത വിചാരണ നിലനിന്നിരുന്നത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിലാണ്. സ്മാർത്ത വിചാരണ നിലനിന്നിരുന്നത്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വാക്കുകൾ? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, ഓർത്തിരിക്കണം. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. ഇങ്ങനെ പറഞ്ഞത് ഏത് നവോത്ഥാന നായകനാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ നാടകം നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വി ടിയുടെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929. ഈ നാടകം ആദ്യമായി അരങ്ങത്ത് അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്. ഇടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന കുറ്റപരിശോധനാ രീതിയാണ് സ്മാർത്ത വിചാരം. ഓർത്തിരിക്കണം, ഈ സ്മാർത്ത നമ്മൾ തൊട്ട് മുമ്പ് കേട്ടു. ഈ സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന കുറ്റപരിശോധനാ രീതിയാണ് സ്മാർത്ത വിചാരം. കേരളത്തിൽ അവസാനത്തെ സ്മാർത്ത വിചാരണ നടന്ന വർഷം 1918. വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982 ഫെബ്രുവരി 12. ഇനി വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ നമുക്കൊന്ന് നോക്കാം. ഓർത്തിരിക്കണം, കണ്ണീരും കിനാവും, ദക്ഷിണായനം, പൊഴിഞ്ഞ പൂക്കൾ, കരിഞ്ചന്ത, പോംവഴി, കർമ്മവിഭാഗം, ചക്രവാളങ്ങൾ, വെടിവട്ടം, രജനി രംഗം, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വെടിവട്ടവും രജനി രംഗം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്ന, കണ്ണീരും കിനാവും, പോംവഴി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. നാടകമൊക്കെ ഉണ്ട് ഇതിൽ, അല്ലേ? കൃതികളും നാടകമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, അതുപോലെ നാടകമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ പറ്റിയ വസ്തുതകളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നവോത്ഥാന നായകനായ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ് ഈ സെഷനിലൂടെ മനസ്സിലാക്കിയത്. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി. അടുത്ത സെഷനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്.